ഈ കുപ്പികളിൽ നീല നിറത്തിൽ കാണുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? നമുക്ക് നോക്കാം. 4500 ലക്ഷം വർഷമായി ഭൂമിയിൽ കണ്ടുവരുന്ന ഒരു ജീവിയാണ് അരശുഞണ്ട് അഥവാ ഹോഴ്സ് ഷൂ ക്രാബ്. ഇത്ര കാലമായിട്ടും അവയ്ക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് അവയെ ജീവിക്കുന്ന ഫോസിലുകൾ എന്ന് വിളിക്കുന്നു. ആരെയും ഉപദ്രവിക്കാത്ത സാധുക്കളാണ് ഇവർ. മുനയുള്ള ഒരു നീണ്ട വാലും 10 കൈകളുമുണ്ട്. ശരീരത്തിൽ പലയിടത്തായി 10 കണ്ണുകളുള്ള ഇവയുടെ കാഴ്ച വിശകലനം ചെയ്തുള്ള പഠനത്തിന് 1967 നൊബേൽ സമ്മാനം പങ്കുവയ്ക്കപ്പെട്ടു. നീല നിറത്തിലാണ് ഇവയുടെ ചോര. രക്തത്തിൽ ചെമ്പിന്റെ അംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നീല നിറം. ചെമ്പിന് പകരം ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ട് 2 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ. 4500 ലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ളവരാണ് ഈ ഞണ്ടുകൾ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ജീവന്റെ ഭൂരിഭാഗവും ഇല്ലാതായപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചവരാണ് എന്നർത്ഥം. ഏതെങ്കിലും വിഷവസ്തു ശരീരത്തിൽ കടന്നാൽ അപ്പോൾ തന്നെ പ്രതികരിച്ച് ഞണ്ടിനെ രക്ഷിക്കാൻ ഇവയുടെ നീല രക്തത്തിനാകും. ഈ സവിശേഷതയാണ് ഇവയെ ഇക്കാലം അത്രയും രക്ഷിച്ചു നിർത്തിയതെന്നും പറയാം. ബാക്ടീരിയകളുടെ ആക്രമണം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഉടൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോട്ടീൻ ഇവയുടെ നീല രക്തത്തിലുണ്ട്. ലിമുലസ് അമീബോസൈറ്റ് ലൈസേറ്റ് എന്നൊരു വസ്തുവാണ് രക്തം കട്ടപിടിക്കുവാൻ കാരണം. ലാൽ എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ബാക്ടീരിയകളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഇത്രയും പ്രതികരണശേഷിയുള്ള മറ്റൊന്നുമില്ല. അതിനാൽ വൈദ്യരംഗത്ത് മരുന്നുകളിലും ഉപകരണങ്ങളിലും വാക്സിനുകളിലുമെല്ലാം ബാക്ടീരിയ വിഷബാധയുണ്ടോ എന്ന് പരീക്ഷിക്കുവാൻ അരശുഞണ്ടിന്റെ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ലാൽ ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ ലാലിന് നിർണായക സ്വാധീനമുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. 1 ലിറ്ററിന് ഇന്നത്തെ വില ഏതാണ്ട് 21 ലക്ഷം രൂപ വരും. അരശുഞണ്ടിൽ നിന്ന് നീലരക്തം ഊറ്റുന്ന ഒരു വൈദ്യ വ്യവസായവും ഇതോടൊപ്പം വളർന്നിട്ടുണ്ട്. ഞണ്ടുകളെ ശേഖരിച്ച് പരീക്ഷണശാലയിൽ വെച്ച് അവയുടെ ഹൃദയത്തിനടുത്തുനിന്ന് ശരീരത്തിലെ 1/3 രക്തം ശേഖരിച്ച ശേഷം തിരികെ കടലിൽ വിടുന്നു. 1 ലിറ്റർ ലാൽ കിട്ടാൻ 300ഓളം ഞണ്ടുകൾ വേണം. വർഷത്തിൽ ഇങ്ങനെ 6 ലക്ഷത്തോളം ഞണ്ടുകളിൽ നിന്ന് രക്തമൂറ്റുന്നു. തിരികെ വിടുന്നവയിൽ 1/3 രക്ഷപ്പെടില്ലെന്നാണ് കണക്കുകൾ. അമേരിക്കയിലെ ഡിലാവെയർ ഉൾക്കടലിൽ മുട്ടയിടാനെത്തുന്നിടത്തു നിന്നാണ് ഇവയെ ഭൂരിഭാഗവും ശേഖരിക്കുന്നത്. കോവിഡ് വാക്സിന്റെ പരീക്ഷണത്തിനും ഈ ഞണ്ടുകളെ ഉപയോഗിച്ചിരുന്നു. അത് അവയുടെ എണ്ണത്തിനും ജീവനും ഭീഷണിയായിരുന്നു. ഞണ്ടിൽ നിന്നുമല്ലാതെ ലാലിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു കൃത്രിമ പദാർത്ഥം 2 ദശകങ്ങൾക്ക് മുൻപേ ലഭ്യമാണ്. യൂറോപ്പിൽ പരീക്ഷണത്തിന് ഇവ ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് അംഗീകാരം നൽകുന്ന അമേരിക്കയിലെ സംഘടന കുറഞ്ഞത് 2 വർഷം കൂടി പഠിച്ചതിനു ശേഷമേ ഇതിന് അംഗീകാരം നൽകാനാവൂ എന്ന നിർബന്ധത്തിലായിരുന്നു. അരശുഞണ്ട് ഒരു കീസ്റ്റോൺ സ്പീഷീസ് ആണ്. മെയ് ജൂൺ മാസങ്ങളിലാണ് ഇവ മുട്ടയിടുന്നത്. മണലിൽ അരയടി താഴെ 2 കൂട്ടങ്ങളായിട്ടാണ് ഏതാണ്ട് 80,000ഓളം മുട്ടകൾ ഇടുന്നത്. വംശനാശ ഭീഷണിയുള്ള ആർട്ടിക്കിൽ മുട്ടയിടുന്ന വംശവർധന നടത്തുന്ന 6ഓളം പക്ഷികൾ ഈ മുട്ട തിന്നാണ് ആർട്ടിക്കിലേക്ക് പറക്കാൻ വേണ്ടി വരുന്ന കൊഴുപ്പ് സംഭരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.